இது போதும் எனக்கு வேற என்ன வேண்டும் உலகத்திலே எனக்கே எனக்கா இது പോതും പ്രിപ്പയർഡല്ല ഗോ ദ ഫ്ലോ അത്രേ ഉള്ളൂ. ഇന്നലെ കണ്ടു ഇന്നല്ല ഫ്രം 2016 to 2025 നമ്മുടെ ലൈഫില് കുറേ പേര് വരും കുറേ പേര് പോകും. പക്ഷെ ഈ മൂമെന്റിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്. സത്യമായിട്ടും ഇതേപോലെ ഒരു സിമ്പിൾ ക്യൂട്ട് സർപ്രൈസ് ഞാൻ പ്രതീക്ഷ പോലും നോക്കി. ഇത് പോരെ കൂട്ടുകാരെ. മുട്ട കഴിക്കൂലേ ഇങ്ങനെ തുടക്കത്തില അങ്ങനെയൊക്കെയാണ്. ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിരുന്നപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് അടിക്കുന്ന ഗ്യാപ്പിൽ എല്ലാം ഗോൾ അടിക്കാൻ നോക്കണേ. ഇതേപോലെ ഒരു കേക്ക് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? കണ്ടു. കേക്കല്ലേ കെ ബാർ കെ. കൂട്ടുകാരെ ഇത് എന്ത് കേക്ക് എന്നല്ലേ വിചാരിക്കണം. പക്ഷേ ഇത് കേക്കേ അല്ല. ഫുൾ ആൻഡ് ഫുൾ ഐസ്ക്രീം സറൗണ്ടഡ് ബൈ ഫെറാറോ റോസർ നട്ടീസ് ആൻഡ് ജംസ്. എനക്കേ എനക്കാ ഇത് പോതും എനക്ക് വേറെ என்ன வேண்டும் ഉലകത്തിലെ. കേക്ക് കട്ടിംഗ് ഇല്ലേ, കേക്ക് സ്കൂപ്പിംഗ് എങ്ങനെയാണോ എടുക്കാം. എനിക്ക് വേണ്ട. ഈ ഐസ്ക്രീം കേക്കിൻ്റെ ഐഡിയ എങ്ങനെ വന്നെന്ന് അറിയാമോ കൂട്ടുകാരെ? ചേച്ചി ഗായത്രി പിയുടെ കൊളാബറേഷൻ ഐഡിയ ആണിത്. തൊപ്പി 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 ബർത്ത്ഡേക്ക് തൊപ്പി മിക്കാം. അപ്പം വിധൂട്ടം പറഞ്ഞു, ഞാൻ വെച്ചു. ഇങ്ങനെ കൊടുക്കണേ. അത് ഞാൻ വരാം. എനിക്ക് അറിഞ്ഞൂടാ, നോക്കിയാലേ അറിയാവൂ. എല്ലാവർക്കും ജസ്റ്റ് കൊടു. ഇങ്ങനെയൊക്കെ നിന്ന് കൊടുത്ത അവസ്ഥ ബുദ്ധിമുട്ടാണ്. അത് തന്നെ. കേക്ക് കഴിക്കണ പോലെ കേക്ക് കഴിക്കണ പോലെ കേക്ക് ഡ്രസ്സിലൊക്കെ ആയടാ. പീപ്പിക്ക് കൊടുത്താ? ഇല്ല. ഇവിടെ ഞാൻ ഇടിച്ചത്, എനിക്കൊന്നും പറ്റിയില്ല. അത് വരണില്ല. കേക്ക് എടുക്കണ കേക്കിക്ക് മാത്രം കറക്റ്റ് ആയിട്ട് വന്നു. അത് വായിലായിട്ട് അവിടെ നോക്കോളൂ. ഡ്രൈവിംഗ് ക്ലാസ്സൊക്കെ പോയിട്ട് വന്ന് വൈകുന്നേരം കോഫിയൊക്കെ കുടിച്ചിട്ടിരുന്നപ്പോൾ പി വാട്സാപ്പ് കോൾ വിളിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ സംഭവം ഉണ്ടല്ലോ. ഡാഡി ഡാഡിയുടെ എന്തോന്നാണെന്ന്
പി അപ്പം വിളിച്ചിട്ട് ചേട്ടാ എങ്ങോട്ടാണ് വരേണ്ടത് ചേട്ടാ, വീട് മാറിപ്പോയോ സംശയം ഇല്ലാതില്ലെന്ന്. വീട് മാറിപ്പോയോ, നീ ഇപ്പൊ എവിടെയാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചു. ഇറങ്ങി നോക്കാണ്ടി പോയപ്പോ അതോ വരുന്നു വിധു കുട്ടനും ചേച്ചിയും. എന്നിട്ട് പി അതിന്റെ പിറകെ വന്നു. എന്നിട്ട് ഒരാൾ വന്നിട്ട് ചേട്ടാ പൈസ എന്ന്. പൈസ എന്ത് പൈസ? അപ്പഴാണ് നോക്കിയപ്പോ ഫുഡൊക്കെ ഓർഡർ ചെയ്തേക്കുന്നത്. ആ കൊള്ളാം, അടിപൊളി. അപ്പൊ പിന്നെ എന്തോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഗായത്രി ഫോൺ ഒന്ന് ഗായത്രി പോയി ഇപ്പം വരണ്ടെന്ന് പറഞ്ഞു. നോക്കിയപ്പോ വിഷ്ണു പാർവതി സെയ്റ്റ് വന്നിരിക്കുന്ന. ഓക്കെ, ഇവരൊക്കെ എല്ലാരെയും കണ്ടപ്പോ അപ്പൊ ഇന്ന് സംഭവം ഉണ്ടല്ലേ, ജാങ്കോ ട്രാപ്ഡ് ആയി. നമ്മുടെ വിഷ്ണുടെയും പാർവതിയുടെയും വെഡിങ് ഈ മാസം ലാസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഡിസ്കഷൻ ഒക്കെ ആയിരുന്നു കുറച്ച് നേരം. ബർത്ത്ഡേക്ക് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും ക്യൂട്ടായിട്ട് സിമ്പിളായിട്ട് അടിപൊളിയായിട്ട് ഒപ്പിക്കും ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ചേട്ടാ. അതിലും ആ കേക്ക് അയ്യോ കേക്ക് ലൈസും അത് പൊളിച്ചടിക്ക് വേറെ ലെവലായിരുന്നു കൂട്ടുകാർ. ഇങ്ങനെ വണ്ടർഫുൾ ആൻഡ് ഹാപ്പി.